ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്താ വിശേഷങ്ങൾ? ഇപ്പോൾ ഗോവയിലൊക്കെ പോയി വന്നതാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഇന്ന് രാവിലെ എത്തി. വാവേനെയും മിന്നുവിനും ഒക്കെ കാണാൻ ഇങ്ങനെ ആകാംക്ഷയായിട്ട് നിൽക്കുക. അവളെ കണ്ടിട്ട് 3 ദിവസമായി. 4-ാം തീയതി പോയതാ. 4, 5, 6 ഇന്ന് 7-ാം തീയതി ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗോവയിൽ പോയാൽ ഞാൻ ചെറിയൊരു റീലാക്കിയിട്ട് ഇട്ടീനു. അത് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്യുക നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, സൈഡിൽ ഇങ്ങനെ കാണിക്കാം. സൗണ്ട് ഹീലിംഗ്, ആക്സിസ് കോൺഷ്യസ്നെസ്, ആക്സിസ് ബാർ തെറാപ്പി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡാണ്. എങ്കിലും ഞാൻ പുറപ്പെട്ട് ഗോവയിലേക്ക് യാതൊരുവിധ എക്സൈറ്റിങ്ങും ഇല്ലാതെയാണ് ഞാൻ പോയത്. കാരണം എനിക്കിതിനെപ്പറ്റിയൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞാൻ വേറൊരു ലോകത്തെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ. ഒരു പറ്റം അപരിചിതരായ ആൾക്കാർ, പല സ്ഥലത്തുനിന്നും ഗുജറാത്തിൽ നിന്ന് വരെ വന്ന ആളുകളുണ്ട്. ഷാജഹാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഗോവയിലെ അരമ്പോൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്, നീ പോന്നോ എന്നെൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഓക്കെ നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഞാൻ ഈ വീഡിയോയിൽ എത്ര തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവില്ല. നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് എനർജി ലെവലുകളുണ്ട്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും എക്സസൈസിലൂടെയും ഒക്കെ അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് ഉതകുന്ന രീതിയിലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സൗണ്ട് ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? ഇതേപോലെയുള്ള പാത്രങ്ങൾ നമ്മുടെ ചെവീൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ വേറെ ഒരു ലോകത്തെത്തുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെയുള്ള ഒരു രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. രോഷ്നി മേഡം എന്ന് പറഞ്ഞ ഒരു മേഡാണ് ഈ ക്ലാസ് എടുത്തത്. ഒന്നും പറയാനില്ല, അടിപൊളി സെഷനായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ ക്ലാസ്സിന് പോയത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ എൻ്റെ ആങ്സൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻ എല്ലാം എവിടെയോ പോയി. മാത്രമല്ല ഒരുപാട് നല്ല സൗഹൃദങ്ങളെയും കിട്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അതാണ് നമ്മൾ ഗോവയിൽ പോയിട്ടുള്ള വീഡിയോ കേട്ടോ. എൻ്റെ കുഞ്ഞിമോനെ ഇഞ്ഞെന്തിനാ ഗോവയിലെല്ലാം പോയേ, ആടെ നമുക്കെല്ലാം പോകാൻ പറ്റിയ സ്ഥലമാണോ, ഓനെന്തിനാ ആടത്തേക്കെല്ലാം അങ്ങ് പോയൂട്ട് എന്നെല്ലാം പറയുന്ന ആൾക്കാർ ഉമ്മൈറ്റിയാർമാരെല്ലാം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഗോവ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെ നാട്ടിലുള്ള ഒരു മാഹി പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് കേന്ദ്രഭരണ പ്രദേശമാണ്. ഒരുപാട് ഇംഗ്ലീഷുകാരും കാര്യങ്ങളൊക്കെ ഉള്ള ബീച്ചായിട്ടുള്ള അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ അവിടെ നമ്മളൊരു 3 ദിവസത്തെ ഒരു ക്യാമ്പ്, നല്ല അടിപൊളി ക്യാമ്പായിരുന്നു. ഒരുപാട് മനസ്സിലുള്ള കുറേ ടെൻഷനും അതുമൊക്കെ അങ്ങനെ മാറ്റും. പിന്നെ ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടില്ല നിങ്ങൾ? നമ്മൾ ചെവീൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഈ ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലേക്ക് ഇങ്ങനെ ഒരു കറണ്ട് പാസ് ചെയ്യും പോലെ തോന്നും. ഭയങ്കര സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് എല്ലാം ചെയ്യണ്ടേ അല്ലേ? അതൊന്ന് പഠിക്കണമെന്നുണ്ട് ആ സൗണ്ട് ഹീലിങ്ങിൻ്റെ. ഇൻഷാ അല്ലാ പഠിക്കണം. അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മിന്നുവിൻ്റെ ചെവീൻ്റെ അടുത്ത് വെച്ചാന്ന് മുട്ടിക്കൊടുക്കണം. നമ്മൾ കണ്ണടച്ചിട്ടാണ് അതൊക്കെ എൻജോയ് ചെയ്തത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആ പാത്രം ഒന്ന് വാങ്ങണം. അതിന് 2000 റുപ്യ ഉണ്ട് ഒന്നിന്, ഏറ്റവും ചെറുതിന്. വലുതിനെല്ലാം ലക്ഷങ്ങളാണ് വില. നോക്കുക. എന്നാൽ പിന്നെ ഞാൻ ഓളടുത്തേക്ക് പോട്ടെ. ഇവിടെ ഇഷ്ടം പോലെ തിരുമ്പുവാനെല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ്, ഇടക്കിടക്ക് നന്നാവും, ഇടക്കിടക്ക് കംപ്ലൈൻറ്റ് ആവും. എങ്ങനെയാണ്? അപ്പം ഞാനിത് മൂട്ട കെട്ടി കൊണ്ടുപോകും ഓളടുത്തേക്ക്. ആടെ നിന്ന് തിരുമ്പുവേ ഇതാക്കുവാനാ. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് നേരമായി വീട്ടിലെത്തിയിട്ട് വാവേനെ കളിപ്പിച്ച് തന്നേനു കേട്ടോ ഇത്രയും നേരം. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടിയില്ലേനും. ഇവളിവിടെ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ. ഞാനിങ്ങനെ ആലോചിക്കും, ഒരു അല്ലാ കുഞ്ഞണീച്ചോ, എൻ്റെ അലർച്ച കേട്ട് വാവൻ നീച്ചോ, എന്താ ചെയ്യുക വാപ്പി ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഒങ്ങുമല്ലേ മോനെ ഇഷ്ടപ്പാടന്നെ. അപ്പോൾ ഇവള് കാണിച്ച കൂട്ടിയത് നിങ്ങൾ കാണണോ? മാസമാകുമ്പം പൈസ ഒന്നും കാണുന്നില്ല. ഇതെന്തെന്നാകുന്നതെന്ന് പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച് കാണും കേട്ടോ. ഇതെന്തിനാ അവളെങ്കിൽ ഇത്ര വലിയൊരു സാധനം വാങ്ങിയേ? ഇത് ലാഭാ? ഇതിനെത്രയാ? ഇതെത്ര എണ്ണം ഉണ്ട് ഈ പമ്പേഴ്സ്? എന്നാലും പറ. ഏതാ നോക്കുന്നു എടുത്തിട്ടാണോ നീ നോക്കുന്നേ? എന്ത് ഇതെന്നെ വെച്ച് നനവിലിതാവുമ്പോ പനി വിടൂല. അവൻ്റെ ഉറക്കം നോക്കണ്ട, അവൻ ഉറയ്ക്കോ. അപ്പോൾ ഇത് നമുക്ക് എത്ര പൈസക്കാ കിട്ടി? 1000 റുപ്യക്കാ? എത്ര പൈസ ഉണ്ട് ഇല്ലേ? ശരി. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ വാങ്ങുന്നതാണ് ലാഭം അല്ലേ?
ഉണ്ടല്ലോ 399 കൊണ്ടുവരല് ആ 22 പീസ ആണല്ലേ 22 800 റുപ്യക്ക് എത്ര പീസ് കിട്ടും? അതെ 44. ഇതാ ലാഭം. അത് ഞാൻ നോക്കിയത് എപ്പോഴും ലാഭം കിട്ടൂല. അതെ അതില് നമുക്ക് നഷ്ടത്തിനും ഉണ്ടാവും. ഓഫർ നോക്കിയിട്ട് വാങ്ങണം. വേറെ ഏതാ ഓനെന്തോ ആകുന്നുണ്ട്. വേറെ കൊറേ കിട്ടുന്ന കമ്പനി വേറെ. ഞാൻ പോട്ടെ പോക ആ എന്നാ പോയിക്കോളി. ഇത്രയും ദിവസം ഇവിടെ പോയിട്ട് എങ്ങനെ ഗോവയില എന്താടാ അങ്ങനെ ഒരു രസം എങ്ങനെ അങ്ങ് പോയിക്ക്. ഇംഗ്ലീഷുകാരൊക്കെ നോക്കി നയിക്കൂലേ? ഇംഗ്ലീഷുകാരോ? ഇവിടെ ആരാ പറഞ്ഞത്? എനിക്കറിയാലോ. എന്ത് അവിടെ ഇംഗ്ലീഷ് ലാ ഹൗല ബല ഇഞ്ഞെന്നാ പറയുന്നേ? ഹറാമിന്റെ നോട്ടമൊന്നും ഞാൻ നോക്കലില്ലേ. എന്താ ഒന്നുമില്ല. ഞാള് മെഡിറ്റേഷനും യോഗയിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതെ വേറെ ഒന്നിലില്ല. ഒരു 4 ദിവസം അത് മാത്രമേ അതിന് ഊണിലും ഉറക്കത്തിലും. രാവിലെ തൊട്ട് വരെ പരിപാടി ഉണ്ടാകുക. ആ അവിടെ രാവിലെ നേരം വെളുത്ത് 7 മണിക്ക് തുടങ്ങും. ഓരോ എക്സസൈസ് ചെയ്ത് 7 മണിക്കൊക്കെ എണീക്കലുണ്ട്. അതെന്താ ഇനി അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇവിടുന്ന് 4 മണിക്കല്ലേ എണീക്കല്? ആ 2 മണിക്കൂർ വൈകി ആടുന്ന് എണീച്ചേ. മുസല്ല കൊണ്ടുപോകാൻ മറന്നുപോയോണ്ട് ഇടങ്ങാറായി പോയിന്. എങ്ങനെയല്ലോ ഇതാക്കിയതാ അന്നപ്പോ. പിന്നെ അതല്ല അവള് പറയാൻ വന്നത്, പിന്നെ രാവിലെ തുടങ്ങും എക്സസൈസ്. നടുവും കാലും കൈയും പെയിനായിട്ട് എനക്കുവാനാകുന്നില്ല. മരണ എക്സസൈസ് ആയിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് 1 മണിക്കൂറൊക്കെ. എന്നിട്ട് ഇങ്ങനെ യോഗ ചെയ്യൂ. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പരിപാടികളാണ്. പിന്നെ ഐസ് ബാത്ത് ഉണ്ടായിരുന്നു. നല്ല ചൂടുള്ള ഒരു സാധനത്തിൽ ആദ്യം കുളിക്കൂ. സോനാ ബാത്ത് എന്ന് പറയും. ഒരു 10 ആൾക്കതിൽ കാരി വാതിലടക്കുക. എന്നിട്ട് നല്ല ചൂടിങ്ങനെ ആക്കും. ചൂടായിട്ട് നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്തില്ലേനോ അതുപോലെ നല്ല ചൂടാക്കും. ചൂടായി ഉരുകി 20 മിനിറ്റ് അതിൽ ഇരുന്നിട്ട് അത് തുറന്നിട്ട് നേരെ ഐസും കട്ടയിലേക്ക് ഇറങ്ങുക. ഐസിൽ കുളിക്കുക. അത് ഐസ് ബാത്തും അതെല്ലാം സൂപ്പറായിരുന്നു. ഓ എന്താ എന്നാ ഞാൻ പോട്ടെ. വാവ ഉറങ്ങിയില്ലേ? ഇൻഷാ അല്ലാ. ആടുന്ന് ഒരാളെ കണ്ടീനു. അരമ്പോൽ എന്നാ സ്ഥലത്തിൻ്റെ പേര്. ആടെ ഉള്ള ഹൈക്ക നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളെ വീഡിയോ എല്ലാം കാണലുണ്ട്. ഓനാടെ എന്തോ റിസോർട്ട് കാര്യമൊക്കെയാ. ഓന് മിന്നു വൈഫിനൊക്കെ പിന്നെ വീഡിയോ ഒക്കെ കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളാ. ആ അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ മലയാളിയാണ്. അങ്ങനെ ഒരാൾ വന്നീനു. പിന്നെ സ്റ്റേഷനിൽ നിന്നൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് വെച്ചിട്ട് ഓരോരുത്തരെ കണ്ടിക്ക്. എല്ലാം ടൂറ് വന്ന കുട്ടികളാണ് അടുത്തേക്ക്. അങ്ങനെയാണ് കാര്യം. 4 ദിവസം ഇല്ലല്ലോ, 3 ദിവസമല്ലേ? 4, 5, 6. 6-ാം തീയതി രാത്രി വൈകുന്നേരം പോകുന്നല്ലോ. ആടെ ഫോണിൽ ഉപയോഗിക്കാൻ പാടില്ലേനു, അതുകൊണ്ടാടോ. പിന്നെ വേറൊന്നുമില്ല, ഞാൻ പുരയിലേക്ക് പോട്ടെ. അപ്പോൾ നാളെ ഇപ്പോൾ എവിടെയെങ്കിലും വീഡിയോ എടുക്കാൻ പോകണം. അപ്പോൾ ഇവളങ്ങ് കൂട്ടാത്ത എന്താന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ്ങും അത് ഇത് പിന്നെ എന്തെന്നാ മനുഷ്യൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം മുമ്പിൽ ഈ നെറ്റ് ഇടണോ വേണ്ടയോ എന്നുള്ള വല്ലാത്തൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഒരു ലോണിന് അപ്ലൈ ചെയ്യണം, എന്നിട്ട് അത് ചെയ്യണം. പേഴ്സണൽ ലോൺ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അല്ലാണ്ട് കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് കഴിഞ്ഞു. പക്ഷെ അതിടാണ്ട് നായി, ഞാൻ പറഞ്ഞില്ലേ നായിങ്ങ് ചാടിക്കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടൊരു ഉപകാരമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട. ഇത്രയും നമ്മൾ ചെയ്തിട്ട് നായി ചാടിക്കിടന്നെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ റേറ്റ് കാര്യമെല്ലാം ചോദിച്ചിക്ക്. കുറച്ച് പൈസയാവും, 10-30 ഉറുപ്പ്യേൻ്റെ ഒക്കെ അടുത്താവും. സാധനവും 22 ഉറുപ്പ്യാറ്റാവും. പിന്നെ പണിക്കൂലി എല്ലാം കൂട്ടി ഒരു 30 ഉറുപ്പ്യയിലെല്ലാം ഒതുങ്ങിയ അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഈ സാധനം കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ കുടുങ്ങുകയും ചെയ്യും. എന്തായാലും അത് നിർബന്ധമാണല്ലോ. അതും കൂടി പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ, എനിക്കറിയാലേ അല്ലേ. മാത്രമല്ല ഇത് അർജൻറ്റായിട്ട് ലൈറ്റ് വെക്കാൻ പറ്റും, സീലിംഗ് ലൈറ്റ് എന്നിട്ട് നമ്മൾ വെച്ചില്ല. അതാ പറഞ്ഞത്. ഉള്ള പോലെ എവിടെന്നെങ്കിലും 2 പ്രമോഷനോ എന്തെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ സുഖമായിരുന്നു. നോക്കാം നമുക്ക് ഇൻഷാ അല്ലാ. ഞാൻ പോട്ടാളെ, മേലും കഴിയുമ്പോൾ ഇനി ഇവിടെ നിന്നൊക്കെ ഭയങ്കര വേദന. ഹൊയ് 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 എന്നെല്ലാം മറ്റുള്ള എക്സസൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ തുടരണം. അതെ നോക്കുക. നമ്മൾ വന്ന കാര്യം മെയിനായിട്ട് ഇതായിരുന്നു കേട്ടോ.
എല്ലാം ഇവിടുന്ന് തിരുമ്പി കിട്ടിയിട്ടുണ്ട്. ആറിയിടുവാൻ ഇവിടെ സ്ഥലമില്ല, അത് അവിടെ പോയിട്ട് ആറിയിടണം. ഇതൊക്കെ എല്ലാം തിരുമ്പി കഴിഞ്ഞിക്ക്. വാവ്, നമ്മൾ ബക്കറ്റൊന്നും എടുത്തില്ല, അതുകൊണ്ട് മൂട്ട കെട്ടി കൊണ്ടുപോവുക അതിൻ്റെ അകത്തേക്ക്. കാറെടുത്തോണ്ട് പ്രശ്നമില്ല, അതിലും കിട്ടാൻ മതിയല്ലോ. ഓക്കേ, ഒരു മാസത്തേക്കുള്ള തിരുമ്പി കഴിഞ്ഞിക്ക്.